കല്ലേരി വെക്കുന്ന ഈ ഖുർആന്റെ പരിശുദ്ധ ഖുർആന്റെ അർത്ഥങ്ങളൊക്കെ അവരെ മണ്ടയിൽ കയറിയത് മാത്രം അർത്ഥം വെച്ച് പോവുകയാണ്. ആരും കേൾക്കരുത്, ഒരാളും കേൾക്കരുത്. എങ്ങനെ ഉസ്താദെ, ഇതിങ്ങൾ മാത്രമല്ല, മക്കാ മുശ്രിക്കുകളും പറഞ്ഞതാ, ലാ തസ്മോ, നിങ്ങൾ കേട്ടുപോകരുത് ആ ഖുർആൻ. നിങ്ങൾ ആ ഖുർആൻ കേട്ടുപോകരുത് എന്ന് അന്നത്തെ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു. ഞാൻ നിങ്ങൾ വെറുതെ ഉസ്താദ്മാരെ ഞാൻ പറഞ്ഞ്, നിങ്ങൾ മക്കാ മുശ്രിക്കുകളും നിങ്ങളും തുല്യരാണെന്ന്. ഓലും പറഞ്ഞ എന്താ, ഖുർആൻ ഓതിയിട്ട് പറയുമ്പം മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടു പറയാം. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ചെണ്ടേ മുട്ടിയിട്ട് ഡാൻസ് പാട്ടുമായിട്ട് അത് കേൾക്കുക, ഒച്ച ഉണ്ടാക്കി കൈമുട്ടും അല്ലേ, ചെണ്ടേ മുട്ടിയിട്ട് ഒച്ച ഉണ്ടാക്കണം, നിങ്ങളെ കേട്ടു പോകരുത് എന്ന് പറഞ്ഞാരാ? മക്കാ മുശ്രിക്കുകൾ. ഇതെന്താ ഉസ്താദെ? അതെ, ആടെ തന്നെ നിങ്ങൾ ഇപ്പൊ എത്തിയേ. പിന്നെ കല്ലേരി അർത്ഥം വെക്കുന്നത് അവരവരെ മണ്ടക്കനുസരിച്ച് മണ്ടയിൽ കയറിയത് അർത്ഥം വെച്ചിട്ട് പോവുകയാണ്. ഒരിക്കലുമല്ല. ഇന്നക്ക 3ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, അറബി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഓലോട് ചോദിച്ചു നോക്ക്, ഇന്ന. അതിനൊരു കുട്ടിയക്ക് ഉസ്താദെ ഒരു മുഫസ്സിർ വേണ്ട, ഒരു ഇമാം വേണ്ട, ഒരു തഫ്സീർ വേണ്ട. കുട്ടികളോട് ഇന്ന എന്ന് ബോർഡ് മേലെ എഴുതി കൊടുക്കുക. ഓല് പറയും തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ ഒരു ക കൂട്ടുക, ഇന്ന ക. കുട്ടികളെ ഇതൊന്ന് വായിച്ച തീർച്ചയായും നിനക്ക് ലാ തസ്മോ, കുട്ടികൾ അത് എഴുതി കൊടുക്കുക. ഓല് പറയും നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഈനൊരു ഇമാം വേണ്ട, ഒരു തഫ്സീർ വേണ്ട, ഒരു മുഫസ്സിർ വേണ്ട. അല്ല ഖുർആനെ പറ്റി പറഞ്ഞ് ഉസ്താദെ നിങ്ങൾ അറിയോ? ഖുർആനെ പറ്റി അല്ല പറഞ്ഞ എന്താന്നോ, ഈ ഖുർആൻ എത്ര എളുപ്പാക്കിയിരിക്കുന്നു, ഇത് എത്ര എളുപ്പാക്കിയിരിക്കുന്നു ഖുർആൻ. ആരുണ്ട് ഇതൊന്ന് കേൾക്കാൻ? അല്ല പറഞ്ഞ ഇതൊന്ന് കേട്ടു നോക്കാൻ ആരുണ്ട്? ഉസ്താദ് എന്താ പറഞ്ഞ, ആരും കേട്ടു പോകരുത്. അല്ല വെല്ലുവിളിക്കുകയാണ്. ഇത് അല്ല പറയാണ്, ഇത് കേൾക്കാൻ ആരുണ്ട്? ഈ ഖുർആൻ എത്ര സ്ഥലത്താ ഖുർആൻ അത് പറഞ്ഞു തന്ന, എത്ര എളുപ്പാക്കിയിരിക്കുന്നു ഖുർആൻ. ഇത് കേൾക്കാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഈ ഖുർആൻ കേൾക്കാൻ ആരുണ്ട്? ഉസ്താദ് എന്താ പറഞ്ഞ്, കൊന്നാ കേട്ടു പറയാ. എന്നിട്ട് എന്നോട് പറയാ CK ഇസ്ലാം എന്ന് പുറത്തായി പോവും. ഖുർആൻ കേൾക്കരുത് എന്ന് പറഞ്ഞ ഉസ്താദോ ഇസ്ലാമിൽ ഒന്നാമത്തെ, ഏറ്റവും മേലെ, ഇസ്ലാമിന്റെ ഏറ്റവും മേലെ പറ ഖുർആൻ കേൾക്കരുതെന്ന് പറഞ്ഞ. നിങ്ങൾ കേൾക്കും. അല്ല പറഞ്ഞെന്താ, നിങ്ങൾ ഖുർആൻ കേൾക്കൂ. വലക്കത് യസ്സർനൽ ഖുർആന ലിസിക്രി ഫഅൽ മൻ മുദക്കിർ. ആരുണ്ട് ഇതൊന്ന് കേൾക്കാൻ, ഇതൊന്ന് പഠിക്കാൻ, ഇതൊന്ന് മനസ്സിലാക്കാൻ? ഉസ്താദ് എന്താ പറഞ്ഞ്, കേട്ടുപോലെ. മക്കാ മുശ്രിക്കുകൾ എന്താ പറഞ്ഞ്, കേട്ടുപോലെ, ഖുർആൻ കേട്ടുപോലെ. എന്നിട്ട് ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഖുർആൻ ഓതിയിട്ട് ജനങ്ങളോട് ഇതാ നിങ്ങൾ ഇത് കേട്ടോളി, അല്ല ഖുർആൻ പറഞ്ഞേ കേട്ടോളി എന്ന് പറയുന്ന ഞാൻ ഇസ്ലാം എന്ന് പുറത്ത്. നിങ്ങൾ ആരും ഖുർആൻ കേൾക്കറേ എന്ന് പറയുന്ന ഓർ ഇസ്ലാമിന്റെ അകത്തു. ഇതേത് ഏത് ലോകത്താ ഉസ്താദേ? ഓതിയിട്ട് തോന്നിയാസം കളിക്കുകയാണ് പ്രിയപ്പെട്ട കല്ലേരി. ഞാൻ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല? ഞാനും ഓതി, നിങ്ങൾ ഓതി, ഞാൻ ഓതി. വലക്കത് യസ്സർനൽ ഖുർആൻ. അള്ളാഹു ഖുർആൻ എത്ര എളുപ്പാക്കിയിരിക്കുന്നു. ഇതാരുണ്ട് കേൾക്കാൻ? നിങ്ങൾ എന്താ പറഞ്ഞ്, കൊന്നാ കേട്ടു പറയും. ഷംസുൽ ഉലമ എന്താ പറഞ്ഞ്, ഖുർആന്റെ അർത്ഥം പഠിക്കരുത്. അബൂജാൽ എന്താ പറഞ്ഞ്, ഖുർആൻകൾക്ക് കൊന്നാ കേൾക്കറേ, അത് കേട്ടു പറയും. ഷംസുൽ ഉലമ പറഞ്ഞ എന്താ, ഖുർആന്റെ അർത്ഥം പഠിക്കറേ. ഈ ഉസ്താദ് നിങ്ങളിപ്പോ എന്താ പറഞ്ഞ്, നിങ്ങൾ ആരും കേട്ടു പറയാം. ആരും ഈ ഗ്രൂപ്പിൽ ആരും CK കല്ലേരി ഖുർആൻ ഒന്ന് കേട്ടുവല്ലേ? നഊദുബില്ല. ഏത് ലോകത്താ ഉസ്താദേ? കല്ലേരി, നിങ്ങൾ ഇസ്ലാം എന്ന് ഔട്ടാകുന്നതിന്റെ എല്ലാ സാധ്യതയും ഇതിലുണ്ട്. അതെ, ഞാൻ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞ കേൾപ്പിച്ചാൽ ഞാൻ ഔട്ട്. ഖുർആൻ കേൾക്കരുതെന്ന് പറയും നിങ്ങൾ ഇസ്ലാം. നിങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിൽ എടിയനും പെണ്ണുങ്ങളെ എടിയനും ഇരിക്കേണ്ടി പൊരേന്റെ ഉള്ളിന്റെ ഉള്ളിൽ. അതുപോലെ നിങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. ഞാനോ
ഖുർആൻ നിങ്ങൾ പഠിക്കണം. അല്ല ഖുർആനിൽ പറഞ്ഞ് നിങ്ങൾ കേക്ക് പഠിക്ക് മനസ്സിലാക്ക് എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പുറത്ത്. ആ പഠിക്കരെ കേക്കരെ കാണറെ എന്ന് പറയുന്നത് നിങ്ങൾ അകത്തും. അല്ല സത് നിങ്ങൾ വിചാരിച്ച് കാട്ടില്ല നമ്മളെന്ന പുറത്ത് പോകണ്ടേ, പേര് വരെ മാറ്റേണ്ടി വരും. മുസ്ലിമിന്റെ പേര് വരെ വിളിക്കാൻ പറ്റൂല എന്ന് ഞാൻ ഉടനെ അറിയിക്കുന്നു. അതെ, ഞാനിങ്ങനെ പറയുമ്പം എൻ്റെ പേര് മാറ്റേണ്ടി വരും. എൻ്റെ പേര് മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടേണ്ടി വരും. നിങ്ങളെ പേര് അബൂജാലിൻ്റെ കൂട്ടത്തിൽ കൂട്ടേണ്ടി വരും. നിങ്ങൾ ഖുർആൻ വായിക്ക് കേക്ക് പഠിക്കുക എന്ന് പറയുന്ന ഞാൻ മുത്തക്കിങ്ങളെ കൂട്ടത്തിലും, അത് കാണരുത് കേക്കരുത് പഠിക്കരുത് എന്ന് പറയുന്ന നിങ്ങൾ മക്കാമച്ചിരിക്കുകളുടെ കൂട്ടത്തിലും ഉണ്ടാവും ഉസ്താദേ. ഞാൻ പുറത്താവുമല്ല, ഞാൻ അകത്താവും, നിങ്ങൾ പുറത്തുണ്ടാവും. പ്രത്യേകം അറിയിക്കുന്നു കല്ലേരിനെ. അതെ, കല്ലേരിന് പ്രത്യേകം അറിയിക്കണം. ഖുർആൻ പഠിക്കരുത്, ഖുർആൻ കേൾക്കരുത് എന്ന് കല്ലേരീന ലോകത്തുള്ള സകല മൗലവിമാരും ഒരുമിച്ച് കൂടിയാലും കല്ലേരി കേൾക്കില്ല ഉസ്താദേ. കല്ലേരി ഖുർആൻ പഠിക്കുകയും ചെയ്യും, അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കാരണം ഒന്നിന്റെയും തഫ്സീർ പഠിക്കാത്ത കൊണ്ട് അവരവരെ മണ്ടയിൽ കയറിയത് പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങളെ പറ്റിക്കുകയാണ്. അതെ, നിങ്ങളെന്തായിന്ന് ഞാൻ അള്ള പറഞ്ഞിരിക്കുന്നു, ഇന്നക്കലാ തുസ്മിഉൽ മൗത, നിനക്ക് മരിച്ചുകൾ കേൾപ്പിക്കാൻ കഴിയില്ല. തഫ്സീറോ ഇമാമിങ്ങൾ എന്താ പറഞ്ഞ്? അള്ള പറഞ്ഞത് ശരിയല്ല, മരിച്ചാൽ നമുക്ക് കേൾപ്പിക്കാന്ന് മാത്രമല്ല എവിടുന്ന് വിളിച്ചാൽ ഒരു കേൾക്കും. ഇപ്പറഞ്ഞത് ശരിയാണ്, അള്ള ഖുർആനിൽ പറഞ്ഞ് ശരിയാണ്. നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല, നിനക്ക് കബറാളികളെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇഞ്ഞോലൊന്ന് വിളിച്ചു നോക്ക്, ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളിയോല് കേൾക്കില്ല. അള്ള ഇപ്പറഞ്ഞ കാര്യം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ശരിയാന്ന് പറയുന്ന ഒരൊറ്റ ഇമാമിനെ നിങ്ങൾ കൊണ്ടുവന്നാൽ ആ ഇമാമിനെ ഞാൻ പിന്തുടരും. ഉറപ്പാ, 100% ഉറപ്പാ. അള്ളാഹ് പറഞ്ഞ സത്യം എന്ന് പറയുന്ന ഒരു ഇമാമിനെ ഈ ദുനിയാവ് നിങ്ങൾ കൊണ്ടുവന്ന ആ ഇമാമിനെ ഞാൻ പിന്തുടരും. അല്ല, അള്ളാഹ് പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നില്ലേ? ഇന്നക്കലാ തുസ്മിഉൽ മൗത എന്ന് പറഞ്ഞാൽ മരിച്ചുകളെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഇമാമിങ്ങളല്ലേ, ഓലോട് ചിലക്കാണ്ട് പോകാൻ പറയും CK കല്ലേരി. ഓലെ കണ്ടാൽ മനസ്സിലായിക്കോ? പിന്നെ ഒരിക്കലും ഇവിടെ പറ്റാൻ പോകുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യരും നിങ്ങളെ വലയിൽ കടിയാൻ പോകുന്നില്ല മക്കളെ. ശരീരത്തില് ഞാൻ മനുഷ്യരാണോ CK കല്ലേരി പറയുന്ന പോലെ ചിന്തിക്കും, ഒരു മനസ്സിലാക്കും. അതല്ല മൊയ്ലിയന്മാർ പോലത്തെ ആൾക്കാരാണ്. മൊയ്ലിയന്മാരാണോ ഓല് കാന്തപുരം പറഞ്ഞ അല്ല ശംസുൽ ഉലമ പറഞ്ഞ പോലെ ഖുർആൻ പഠിക്കറേ, ഉസ്താദ് നിങ്ങൾ പറഞ്ഞ പോലെ ഖുർആൻ കേൾക്കറേ, മക്കാമുശിരിക്കുകൾ പറഞ്ഞ പോലെ ഖുർആൻ കേൾക്കറേ എന്നാണ് അവർ പറയാ അല്ലേ ഉസ്താദ്? എന്നോട് ബാക്കി ഇന്നത്തെ മായത്തിന്റെ മുത്തുമണികളുടെ ശരീരത്തില് റൂഹ് എന്നുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളവറിയാൻ പറ്റൂല സുന്നത്തെ മായത്തിന്റെ മുമ്പിൽ. മനസ്സിൽ ഖുർആൻ എന്നൊരു കാര്യം ദുനിയാവിലുണ്ടോ? സമസ്തക്കാരെ നിങ്ങൾ പറയുന്ന മുഴുവൻ കളവാന്ന് CK കല്ലേരി പറയും. ഖുർആൻ CK കല്ലേരിൻ്റെ കയ്യിലുള്ള കാലത്തോളം ലോകത്തുള്ള മൗലവിമാർ പറയുന്ന സകലവും കളവാണെന്ന് CK കല്ലേരി ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറയും. ഓക്കെ.